ഓയ് ആ ആയിത്തേ അല്ല സുഹൃത്തിനെപ്പാ അല്ല ബിയല്ലോ പോയാ ബിയല്ലോ പോയി നീ ഇതുവരെ കൊടുത്തില്ലേ? ഇല്ല ഞാൻ കൊടുത്തില്ല. ഇത് പൂരിപ്പിക്കാൻ നേരം പോയിനപ്പാ. അതെ അതായത് ഞാൻ പണിയും കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നിട്ടാകുമ്പോൾ പൂരിപ്പിക്കാന്നായിരിക്കും. ഓരോ ദിവസം ഇങ്ങനെ നേരം പെയ്ത് പൂരിപ്പിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് കലമ്പി ദേഷ്യം പിടിച്ചിട്ടാ പോയിരുന്നല്ല എന്നാ പറഞ്ഞു കേട്ടെ. പിന്നെ അല്ലാണ്ട് എന്തെല്ലാം അവസ്ഥ. 2002 പട്ടികയിൽ പേരില്ലെങ്കിൽ അവർ അച്ഛനത്തെ പേര് പോകണം. അതിനും പേരില്ലെങ്കിൽ അവർ അച്ഛനത്തെ പേര് പോകണം. എൻ്റെ അപ്പ 10 മണിക്കല്ല ഓരോ വീട്ടിലെത്തുമ്പോൾ വീട്ടുകാരുടെ ചൊറ ഇങ്ങോട്ട് ചീത്ത പറയുവാന്ന്. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ജനിച്ചവരനെയാന്ന് ഓരോരുത്തരെയൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണോ? പിന്നെ ആയിരത്തില് മുകളിലെ ആൾക്കാർ ചേർക്കണ്ടേ? അതെ അതെ. അപ്പൊ അതെല്ലാം ഈ വീടുകളിലും പോയി തിരിച്ചു വരുമ്പോൾ നായ നിർത്തി കനാലിൽ വീണു. കനാലിൽ വീണു. 11 മണിക്ക് ആസ്പത്രി കൂട്ടിട്ട് പോയി. ആസ്പത്രി കൂട്ടി പോയി തിരിച്ചു വന്ന പാടാണ് ആപ്പിൽ കയറ്റാൻ വേണ്ടി നോക്കി. ഈ സമയമില്ലാത്ത സമയത്ത് ആപ്പിൽ കയറ്റാൻ നോക്കുമ്പോൾ ആപ്പ് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നല്ലേ. കല്യാണ വീടുകളിലും ആടിയിടെല്ലാം പോയിട്ട് പോകുന്ന സമയത്തായിരിക്കും ഇന്ന് സാധനം കൊണ്ടുതരുന്നു. അതെ അല്ലേ. അതിന്റെ ബുദ്ധിമുട്ട് നോക്കിയാട്ടെ. ഇതാർക്കും പറഞ്ഞ മനസ്സിലാവുക. എൻ്റെ അപ്പ ഇതെല്ലാം കഴിഞ്ഞ് രാത്രി 10 മണിയാകുമ്പോൾ വീട്ടിലെത്തുക. വീട്ടിലെത്തിട്ട് നേരം വെളുക്കുമ്പോഴത്തേക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് വിളി, കളക്ടറേറ്റിൽ നിന്ന് ഒരു വിളി. അതിന്റെ ഇടയിലാണ് നമ്മളെ പോലത്തെ കൊടുക്കാണ്ട് നിൽക്കുന്നത് അല്ലേ. ഇതാണ്ടോ ഇതേപോലെ പത്രം ഇതാ. ഇതുകൊണ്ടത് പേപ്പർ തന്നെ ഉണ്ടോ? ബംഗാളിലും ഗുജറാത്തിലും ബിയല്ലോ അവസ്ഥ. പക്ഷെ ഇതാർക്കും അറിയുന്നില്ല. ഈ വിഷമം ഇത്രയാന്ന്. ഇത് 100,000 വീട്ട് കയറണമെന്നും ഇത് മറ്റേ ഇത് ഒന്നും അറിയുന്നില്ല.